ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നേപ്പാളിൽ വിമാനം തകർന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് മുന്നിലെത്തുന്നു. വിമാനം തകർന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപകടം നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനം പറന്നു പൊങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, ഇതെപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? 5 മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു അപകടം നടന്നത്. ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പറന്നു പൊങ്ങുന്നതിനിടെ ആണ് അപകടം എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ തന്നെ നേപ്പാൾ മാധ്യമങ്ങൾ പറയുന്നത് റൺവേയിൽ നിന്നും തെന്നി മാറിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും 19 യാത്രക്കാരടങ്ങുന്ന 19 യാത്രക്കാരുണ്ടായിരുന്നു ഈ ഒരു വിമാനത്തിൽ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉള്ളിലുള്ള വിമാനത്തിലെ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള പ്രവർത്തകരെ കൂടാതെ തന്നെ 19 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ തന്നെ 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ രക്ഷാപ്രവർത്തനം അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ പോലെയുള്ള ഒരു സ്ഥലത്ത് നേരത്തെയും മുൻപേയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രാനിലേക്ക് പോകാനിരുന്ന ശൗര്യ എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നേരിട്ടിരിക്കുന്നത്. 19 പേരടങ്ങുന്ന വിമാനം, 19 യാത്രക്കാരടങ്ങുന്ന വിമാനമായിരുന്നു. അതിൽ 5 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ശ്രുതി, കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും നേപ്പാളിൽ വിമാനം തകർന്നു വീണിരിക്കുന്നു. 5 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 19 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. അപകടം നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. പൊക്രാനിലേക്ക് പോകാനിരുന്ന വിമാനമാണ് തകർന്നു വീണത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിമാനം പറന്നു പൊങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാളിദാസ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാന യാത്രാ സങ്കേതങ്ങളുള്ള ഇടം എന്നുള്ള നിലയ്ക്കും ഏറ്റവും അധികം വിമാന അപകടത്തിന് സാധ്യതയുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്കുമാണ് നേപ്പാളിനെ നമ്മൾ കാണേണ്ടത്. ഇതിന് മുൻപുണ്ടായിട്ടുള്ള പല അപകടങ്ങളും അതിൻ്റെ ചരിത്ര വസ്തുത വ്യക്തമാക്കുന്നതാണ്. നേപ്പാൾ എന്ന് പറയുന്നത് ചെങ്കുത്തായ മലനിരകൾ, കൊടുമുടികൾ എന്നിവയെല്ലാമുള്ള ഇടമായതുകൊണ്ടും മാത്രമല്ല അവിടുത്തെ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ അത്രയും സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും പല ഘട്ടങ്ങളിലും ഏറ്റവും അധികം അപകട സാധ്യതയുള്ള വിമാനയാത്രാ മേഖല എന്നുള്ള നിലയ്ക്കാണ് നേപ്പാളിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഉടനീളം ആ രീതിയിലുള്ള വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. നേപ്പാളിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പരമാവധി കരമാർഗമുള്ള യാത്ര ഉപയോഗിക്കണം എന്നുള്ളതാണ് VIP അടക്കമുള്ളവർ പൊതുവെ പറയാറുള്ളതും. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷങ്ങൾ പറയാനുള്ളത്. വ്യക്തമാണ് MS. അതുതന്നെയാണ്, അപകട സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള വിമാന അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകട സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെയും ഉയർന്നിട്ടുണ്ടായിരുന്നു. അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത് നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. പൊക്രാനിലേക്ക് പോകുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും 5 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 19 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നും അറിയാൻ കഴിയുന്നുണ്ട്.